ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ CS-ഉം രൂപയും കൂടി അവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കുന്നു. അങ്ങനെ CS-ന് സംശയം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നമ്മുടെ CS-ൻ്റെ ആ ഒരു സന്തോഷം കാണണം, ഭയങ്കര സന്തോഷം. ഈ സമയത്ത് നമ്മുടെ രൂപ നോക്കിയപ്പോൾ കാണുന്നത് ഒരലമാരി നിറയെ സാരിയും ആഭരണങ്ങളും ഒക്കെ നിറച്ചു വെച്ചിരിക്കുക. തൻ്റെ ഓരോ ബർത്ത്ഡേക്കും നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്കും വാങ്ങി വെച്ച ഗിഫ്റ്റുകളാണ് ഇതൊക്കെ എന്നും പറഞ്ഞുകൊണ്ട് ഇതെല്ലാം രൂപയെ കാണിച്ചു കൊടുക്കുക. ഇതൊക്കെ കണ്ട് രൂപ നടുങ്ങിപ്പോയിട്ടോ. അപ്പോൾ എന്തെങ്കിലും ഒരു നാൾ കാണുമല്ലോ, അപ്പോൾ തരാൻ വേണ്ടിയിട്ടാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഓരോന്നും എടുത്ത് രൂപയെ കാണിച്ചു കൊടുത്തപ്പോൾ അതൊക്കെ തലോടി നമ്മുടെ രൂപ ഇങ്ങനെ വാവിട്ട് കരയുക. എൻ്റെ അവിവേകം കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ തെറ്റിദ്ധാരണ കൊണ്ട് ഇത്രയും വർഷം നമുക്ക് നഷ്ടപ്പെട്ടു. ഒരു ബർത്ത്ഡേയോ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയോ ഒന്നും ആഘോഷിക്കാൻ കഴിഞ്ഞില്ല. അതൊന്നും ഞാൻ ഓർത്തിട്ട് പോലും ഇല്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ രൂപയെ ചേർത്ത് നിർത്തി അതൊന്നും ഓർത്ത് സങ്കടപ്പെടേണ്ടെന്നൊക്കെ പറഞ്ഞ് CS ഇങ്ങനെ സമാധാനിപ്പിക്കാം. എന്തായാലും ഇത്രയും കാലം നമുക്ക് നഷ്ടപ്പെട്ടു പോയതൊക്കെ നമുക്ക് തിരിച്ചു പിടിക്കണമെന്ന് പറയുന്നു. അപ്പോൾ ഞാനല്ലേ തൻ്റെ കൂടെയുള്ളത്, താൻ കരയരുതെന്നും തൻ്റെ മനസ്സെനിക്ക് അറിയില്ലേ എന്നും CS രൂപയോട് പറയാം. എന്നെ വെറുത്തു എന്നുള്ളത് സത്യം തന്നെയാണ്, പക്ഷേ അത് തെറ്റിദ്ധാരണ മൂലമാണെന്നും എൻ്റെ മക്കളെയും എന്നെ വെറുക്കാൻ താൻ പഠിപ്പിച്ചു എന്നും എനിക്കറിയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഓരോന്ന് പറയുക കേട്ടോ. അപ്പോഴും താൻ ഒരു കാര്യം മാത്രം ചെയ്തില്ലല്ലോ, താൻ എന്നോടുള്ള ദേഷ്യത്തിന് ഞാൻ കെട്ടിയ താലി അഴിച്ചു വെച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ താൻ രണ്ടാമതൊരു വിവാഹം കഴിച്ചില്ലല്ലോ എന്നും അദ്ദേഹം പറയുക. അത് കേട്ടപ്പോൾ നമ്മുടെ രൂപ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുക. അപ്പോൾ നമ്മൾ ഒന്നിക്കേണ്ടവരാണെന്നും നമ്മളുടെ ഭാഗത്ത് സത്യസന്ധതയുണ്ടെന്ന് ഈശ്വരൻ തെളിയിച്ചു കൊണ്ടുവന്നതാണെന്നും ഇനി നമ്മളെ പിരിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ലെന്നൊക്കെ പറഞ്ഞ് CS രൂപ ഇങ്ങനെ കെട്ടിപ്പിടിക്കുക. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിന്ന് കരയുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ രൂപ ഇങ്ങനെ ആ വീട്ടിൽ നിറഞ്ഞ് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ കായസ്ഥൻ ചേട്ടൻ അവിടെ അടുക്കളയിലുണ്ട്. അപ്പോൾ അടുക്കളയിലേക്ക് കയറി വന്ന രൂപയോട് സാറമ്മ ഇങ്ങോട്ട് വരണ്ട, അവിടെ ഇരുന്നാൽ മതി, സാറമ്മയ്ക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ മതി, അതെന്താണെങ്കിലും ഞാൻ സാറമ്മയുടെ മുന്നിലേക്ക് ഉണ്ടാക്കി തരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ചേട്ടൻ പറഞ്ഞു. ഇന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടതൊന്നും അല്ല ഉണ്ടാക്കേണ്ടത്, ചന്ദ്രേട്ടന് ഇഷ്ടപ്പെട്ട വിഭവങ്ങളാണെന്നും അത് ദയാനന്ദേട്ടൻ ഉണ്ടാക്കണ്ട, ഞാൻ ഉണ്ടാക്കിക്കൊള്ളാമെന്ന് പറഞ്ഞു. അയ്യോ അത് വേണ്ട എന്ന് പറഞ്ഞപ്പം അങ്ങനെയൊന്നും പറഞ്ഞാൽ പറ്റില്ല, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രേട്ടൻ എൻ്റെ കൈ കൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാനുള്ളൊരു അവസരമൊക്കെ ഉണ്ടാകുന്നത്, അതുകൊണ്ട് അത് ഞാൻ ഒരു കാരണവശാലും വേണ്ടാന്ന് വെക്കില്ല എന്ന് നമ്മുടെ രൂപ ഇങ്ങനെ പറഞ്ഞു. എന്നിട്ട് ആ ചേട്ടനോട് വിവരങ്ങളൊക്കെ പറയാം. അതെ, ആരെങ്കിലും വരുവാണെങ്കിൽ ഒന്ന് പറയണേ, പിള്ളേരെല്ലാം എപ്പോഴാണ് ഇങ്ങോട്ട് കയറി വരുന്നത് എന്നൊന്നും പറയാൻ പറ്റില്ലെന്നൊക്കെ രൂപ പറഞ്ഞപ്പോൾ എത്ര നാളിങ്ങനെ ഒളിച്ചു വെക്കും സാറമ്മയെന്ന് ചോദിച്ചു. അപ്പോൾ കഴിയുന്നിടത്തോളം അത് ഒളിച്ചു വെക്കണമെന്നും ഞാൻ കൃത്യസമയത്ത് ചെന്നില്ലായിരുന്നെങ്കിലേ ഈ വീടൊരു മരണവീടായി മാറിയേനെ എന്നുള്ള കാര്യം രൂപ പറയുക. അങ്ങനെ കൊലക്കത്തിയുമായി പായുകയാണ് പലരും. സത്യങ്ങൾ അറിഞ്ഞാൽ അത് ഓർമ്മ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ സാറമ്മയുടെ ആങ്ങളയ്ക്ക് വിഷം കൊടുത്ത് കൊല്ലുകയാണ് വേണ്ടതെന്ന് ഈ ചേട്ടൻ പറഞ്ഞപ്പം ഞങ്ങളെ ജീവിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് നമ്മുടെ രൂപ അന്നേരം പറയുകയും ചെയ്തു. എന്നിട്ട് ആ ചേട്ടനെ ആൾ വരുന്നുണ്ടെന്ന് നോക്കാൻ പറഞ്ഞു വിട്ടു. ഇതേ സമയത്ത് നമ്മുടെ രൂപ പാചകത്തിൽ ഇങ്ങനെ മുഴുകിയിരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വിക്രത്തെയും അതുപോലെ തന്നെ ആ വല്യമ്മയെയുമാണ്. ആകെ കൂടിയുള്ളൊരു മോള, അവളുടെ കല്യാണം കഴിഞ്ഞ് 1 വർഷം ആകുന്നതിന് മുൻപ് തന്നെ ബന്ധം പിരിയേണ്ടി വന്നു എന്നും പറഞ്ഞ ആ അമ്മ ഇങ്ങനെ വിക്രത്തിനോട് പറയുന്നു. വിക്ര വീടൊക്കെ കണ്ട് കണ്ണു മഞ്ഞളിച്ചിരിക്കും കേട്ടോ. പിന്നെ എൻ്റെ കണ്ണം നടഞ്ഞാൻ അവളെ നോക്കാൻ ഒരാൾ വേണ്ടേ, അതുകൊണ്ടാണ് ഇടിപിടി ഇന്ന് കല്യാണം നടത്താൻ തീരുമാനിച്ചതെന്നൊക്കെ പറയുകയാണ് നമ്മുടെ വിക്രത്തിനോട്. അപ്പോഴേക്കും പുള്ളിക്കാരി ചായയൊക്കെ ആയിട്ട് അങ്ങ് വന്നു. വിക്രം ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുകയാണേ. എന്തായാലും ഭയങ്കര ഹാപ്പിയിലാണ് വിക്രം. ഇപ്പം വലിയ എന്തോ ആനക്കാര്യം കിട്ടാൻ പോവുകയാണ് എന്നുള്ളൊരിതിൽ. അയ്യോ എന്തൊരു ചിരിയാണോ മതി. ബന്ധം പിരിഞ്ഞ വകയിൽ കുറച്ച് പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ കുറച്ച് സ്വർണ്ണം എല്ലാം ഭർത്താവിൻ്റെ വീട്ടുകാർ തരാനുണ്ടെന്നുള്ള കാര്യം അവൾ പറയുക. അതെല്ലാം കൂടി ഒരു 1.5 കോടിയുടെ മുതൽ ഉണ്ടാകുമെന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വിക്രത്തിന് ഇരുന്നിടത്തുനിന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് ഓടാനും തുള്ളിച്ചാടാനും തോന്നുന്നത്. പക്ഷെ അമ്മയും മോളും ഇവനായിട്ട് വാരുകയാണെന്ന് ഇവൻ അറിയുന്നില്ലല്ലോ. അത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ജീവിക്കാനേ വേറൊന്നും വേണ്ടല്ലോ എന്നും പറഞ്ഞു അമ്മ. ഇതൊക്കെ കേട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് വിക്രം. മോനും ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു നല്ല ബിസിനസ്സും തുടങ്ങാം, അപ്പോൾ പിന്നെ ഇപ്പം ചെയ്യുന്ന ജോലി ചെയ്യണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം എന്നൊക്കെ പറഞ്ഞിരിക്കണം. അയ്യോ അമ്മ അത് പിന്നെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ വന്ന സമയത്ത് സംഭവിച്ചു പോയെന്നേ ഉള്ളൂ. എൻ്റെ കൂട്ടുകാരനെ ബ്രെയിൻ വാഷ് ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുപോയത് എന്നും പറഞ്ഞുകൊണ്ട് വിക്രം പറയുമ്പം ഇനി അത്തരം കൂട്ടൊന്നും കൂടരുത് കേട്ടോ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ വിക്രത്തെ ഞാൻ അങ്ങനെയൊന്നും വിടത്തില്ലെന്നും പറഞ്ഞുകൊണ്ട്
ആ പെങ്കൊച്ച് പറയുക. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും വിക്രം, അമ്മേ അങ്ങനെയൊക്കെ സംഭവിച്ചതിൽ ഞാൻ അമ്മയോട് ക്ഷമ ചോദിക്കുകയാണെന്ന് വിക്രം പറഞ്ഞപ്പം, അതൊന്നും സാരമില്ല മോനെ, ആ ഒരു സമയദോഷത്തിന് സംഭവിച്ചു പോയതല്ലേ, ഇനിയിപ്പോൾ അത് ആവർത്തിക്കില്ലല്ലോ. അപ്പോൾ മോനെ വീട്ടുകാർക്ക് എതിർപ്പൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ എന്നിങ്ങനെ ചോദിക്കുന്ന അമ്മയോട്, അയ്യോ ഇല്ലമ്മ, ഒരു കുഴപ്പമില്ല, എൻ്റെ തീരുമാനമാണ് അവരുടെയും തീരുമാനമെന്ന് വിക്രം. തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരുന്നിട്ടും പഠിക്കാറായില്ല എന്ന് സത്യം. എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മമ്മയും മാത്രം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞപ്പം വേറെ ആരൊക്കെയുണ്ട് വിക്രത്തിനെന്ന് ചോദിച്ചു. മൂത്തവർ 2 പേര് ചേച്ചിമാരാ. മൂത്ത ചേച്ചിക്കൊപ്പമാണ് ഞങ്ങളിപ്പോൾ കഴിയുന്നത്. പിന്നെ ഒരുത്തിയുണ്ട്, മോളായിട്ട് പോലും എൻ്റെ അച്ഛൻ അംഗീകരിക്കാത്ത ഒരുത്തി. അതെന്താ അങ്ങനെ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ, അത് പിന്നെ അവളൊരു കല്യാണമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും വലിയ കൊമ്പത്തെ ആളായി പോയി എന്നും പറഞ്ഞ് കല്യാണിയെക്കുറിച്ച് പറയുക. അത് കേട്ട് ഇവരിങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുക കേട്ടോ. എൻ്റെ അമ്മയും അവർക്കൊപ്പം തന്നെയാണ്. അവളുടെ ഭർത്താവിൻ്റെ പെങ്ങളെയാണ് ഞാൻ കല്യാണം കഴിച്ചിരുന്നതെന്നും അവൾ അതിനേക്കാളും വലിയ സാധനമായിരുന്നെന്നും അങ്ങനെയാണ് ബന്ധം പിരിഞ്ഞതെന്നൊക്കെ പറഞ്ഞു. അതെല്ലാം പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചായ കുടിക്കാൻ പറഞ്ഞു അമ്മ. അപ്പോഴേക്കും വിക്രം ചായ കുടിക്കാനിരിക്കുന്നു. വിക്രം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ചിരിയൊക്കെ ചിരിച്ചിങ്ങനെ പെണ്ണവിടെ ഇരിക്കുക കേട്ടോ. അങ്ങനെ അമ്മയും മോളും കൂടെ വിക്രത്തെ അടിമുടി വിഴുങ്ങാനുള്ള പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്ന രൂപയെയും CS-നെയും ഒക്കെയാണ്. രൂപ ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണങ്ങളൊക്കെ വയറ് നിറച്ച് നമ്മുടെ CS കഴിക്കുന്നു. രൂപ വിളമ്പി കൊടുക്കുന്നു. അങ്ങനെ വളരെ ഹാപ്പിയായി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വിളമ്പിയൊക്കെ കൊടുത്ത് കഴിക്കാം. ഈ കറികളുടെ സ്വാദുണ്ടല്ലോ, ഇതുവരെ എൻ്റെ നാവിൻ തുമ്പത്തുനിന്ന് മാറിയിട്ടേ ഇല്ലാന്ന് CS അന്നേരം രൂപയോട് പറഞ്ഞു. ഇതൊക്കെ ഒന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു എന്നും അദ്ദേഹം നമ്മുടെ രൂപയോട് പറയാം. കല്യാണി മോളെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലേ എന്ന് ചോദിച്ചപ്പം, എന്ത്? അല്ല, തൻ്റെ പാചക രീതികളൊക്കെ കല്യാണി മോൾക്കറിയാം, അതുകൊണ്ടാണ് ചോദിച്ചത്. മോള് പറഞ്ഞു കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് അമ്മയിൽ നിന്ന് ഒരുപാട് പഠിച്ചു എന്ന്. അത് കേട്ടപ്പോൾ നമ്മുടെ രൂപ ഇങ്ങനെ ഒരു ചിരിയും ചിരിച്ചങ്ങനെ അവിടെ ഇരിക്കുക. അപ്പോൾ അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം, അല്ല, ഈ അടുത്ത സമയത്തെ എനിക്ക് ഭക്ഷണത്തിൻ്റെ കൂടെ കുറച്ച് കറികളൊക്കെ മോള് വിളമ്പി. അതിനെല്ലാം എടോ തൻ്റെ കറികളുടെ ടേസ്റ്റ് ആയിരുന്നു എന്നിങ്ങനെ അദ്ദേഹം പറയുക. ഞാനുണ്ടാക്കിയ കറികൾക്ക് പിന്നെ മറ്റാരെങ്കിലും ഉണ്ടാക്കുന്ന കറികളുടെ ടേസ്റ്റ് വരുമോ എന്ന് രൂപ അന്നേരം ചോദിക്കുക. അപ്പോഴേക്കും CS ഇങ്ങനെ നോക്കുക കേട്ടോ. അപ്പോൾ നോക്കൊന്നും വേണ്ട, അത് ഞാൻ ഉണ്ടാക്കിയ കറികൾ തന്നെ ആയിരുന്നു എന്ന് നമ്മുടെ രൂപ പറഞ്ഞപ്പം, ആഹാ കൊള്ളാം, ചന്ദ്രേട്ടൻ ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണിയുടെ കൈകളിൽ കൊടുത്തു വിടുകയായിരുന്നു എന്നുള്ള കാര്യവും രൂപ ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഹലോ, കൊള്ളാം കേട്ടോ, അത് ശരി, അപ്പോൾ ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു നാടകം കൂടി അരങ്ങേറിയായിരുന്നല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ഇത്രയും കാലമായിട്ട് എൻ്റെ ചന്ദ്രേട്ടന് ഒന്നും ഞാൻ ഉണ്ടാക്കി തന്നിട്ടില്ല. എൻ്റെ ചന്ദ്രേട്ടൻ നിരപരാധിയാണെന്ന് അറിഞ്ഞപ്പോൾ എൻ്റെ ഉള്ളിലുണ്ടായ സ്നേഹം, എൻ്റെ ഉള്ളിലുണ്ടായ ഒരു വികാരം എനിക്ക് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്നും രൂപ CS-നോട് പറയാം. ഏതായാലും അമ്മായിയമ്മയും മരുമോളും കൂടി എന്നെ ഒരുപാട് കുരങ്ങ് കളിപ്പിച്ചു എന്ന് അദ്ദേഹം പറയുക. അല്ല, കല്യാണി എത്ര മനോഹരമായിട്ടാണ് എന്നെ കഴുതിയാക്കിയതെന്നൊക്കെ പറഞ്ഞപ്പോൾ, അയ്യോ അങ്ങനെയൊന്നും കരുതരുത് കേട്ടോ, ഞാനാണ് മോളെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ചത്, ആരോടും പറയരുതെന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതിനെയൊക്കെ അവരോടൊരു പ്രതികാരം ചെയ്യണ്ടേന്ന് ചോദിച്ചപ്പോൾ, അയ്യോ അങ്ങനെ ചെയ്യല്ലേ, കിരണും സോണിയൊന്നും ഇപ്പം എൻ്റെ അടുത്തേക്ക് വരാൻ പാടില്ല ചന്ദ്രേട്ട എന്നും അങ്ങനെ വന്നാൽ ശരിയാകില്ലെന്നും പറയുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ദൈവം ഒരുക്കി തരുന്നതുവരെ നമ്മൾ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം, നമ്മൾ അകലം പാലിച്ചേ പറ്റൂ എന്ന് തറപ്പിച്ച് നമ്മുടെ രൂപ CS-നോട് പറയാം. അപ്പോൾ അത് ശരിയാണെന്ന് CS സമ്മതിക്കുകയും ചെയ്തു. പിന്നെ അവർ 2 പേരും കൂടെ ഭക്ഷണമൊക്കെ വിളമ്പി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം വാരി കൊടുത്തു അങ്ങനെയൊക്കെ കഴിക്കുന്നു. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പണ്ടത്തെ കാര്യം രൂപ ഓർക്കുവാണ്. അതായത് ഇവർ 2 പേരും കൂടെ സംസാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മുടെ രൂപ ചിന്തിക്കുക. ആ സമയത്ത് അന്ന് രൂപയുടെ കണ്ണിൽ എന്താണോ രൂപ കണ്ടത് ആ കാര്യം CS-നോട് പറയുകയാണ്. അപ്പോൾ ചന്ദ്രേട്ടൻ നോക്കിക്കോളാം എന്നൊക്കെ അന്ന് പറഞ്ഞത് കേട്ടാണ് ഞാൻ തെറ്റിദ്ധരിച്ചതെന്ന് പറഞ്ഞപ്പോൾ, ഇപ്പോഴും തൻ്റെ ഉള്ളിൽ ആ ഒരു തെറ്റിദ്ധാരണയുണ്ടോ എന്ന് CS ചോദിക്കുക. അപ്പോൾ ഒരിക്കലും ഇല്ല, ആ തെറ്റിദ്ധാരണയൊക്കെ മാറിയെന്ന് രൂപയും പറഞ്ഞു. എങ്കിലും ഞാൻ അതൊക്കെ ചോദിച്ചെന്നേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുവാണ് രൂപ. ഞാൻ പറഞ്ഞല്ലോ രൂപേ, ആ പാവത്തിനെ ഉണ്ടല്ലോ അടിമുടി തകർത്ത് കളഞ്ഞു ആ രാഹുൽ എന്ന് പറയുന്ന ചെകുത്താനെന്ന് CS അന്നേരം പറയുവാണ്. അവൻ്റെ കുഞ്ഞാണ് താരയുടെ വയറ്റിൽ വളരുന്നത് എന്നുള്ളത് എനിക്കറിയാം, പിന്നെ നമ്മൾ ആ കുഞ്ഞിന് സംരക്ഷണം കൊടുക്കണ്ടേ എന്ന് CS ചോദിക്കുക. അതുകൊണ്ടാണ് ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളും CS രൂപയോട് തുറന്നു സംസാരിച്ചു. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ കളയണം എന്നും പറഞ്ഞ് നടക്കുകയായിരുന്നു രാഹുലെന്നും, കളഞ്ഞില്ലെങ്കിലേ അവൻ തള്ളയെയും കുഞ്ഞിനെയും കൊല്ലാൻ പോലും മടിക്കില്ലാത്തവനായിരുന്നെന്നുള്ള കാര്യങ്ങളും CS പറയണു.
അവിടെയാണ് ഞാൻ അങ്ങനെയൊക്കെ സംസാരിച്ചതെന്നും ആ കുഞ്ഞിനെയും തള്ളയെയും സംരക്ഷിക്കണമെന്ന് എനിക്ക് തോന്നിയെന്നും എൻ്റെ ഗൃഹപ്പിഴയ്ക്ക് ആ സംസാരം താൻ കേൾക്കുകയും ചെയ്തെന്നുള്ള കാര്യങ്ങളും CSO രൂപയോട് പറയുക. ദേ ഇപ്പോൾ സംശയമൊക്കെ മാറിയോന്ന് ചോദിച്ചപ്പം അതൊക്കെ എപ്പോഴേ മാറിയതാണെന്ന് നമ്മുടെ രൂപ അന്നേരം പറഞ്ഞു. CS അന്നേരം രൂപയെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ രണ്ടുപേരും വീണ്ടും സന്തോഷം ആയിട്ട് അങ്ങനെ ഇരിക്കുക. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് വിക്രത്തിനെയാണ്. വിക്രം ഇങ്ങനെ വഴിയരികിൽ കാത്തു നിൽക്കുക കേട്ടോ. അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നു. അപ്പോൾ എന്താണ് മക്കളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോടാ, നീ എന്തിനെ വിളിപ്പിച്ചതെന്ന് ചോദിച്ചപ്പം ആരും കേൾക്കാതെ എനിക്ക് അച്ഛനോടൊരു കാര്യം സംസാരിക്കാനുണ്ട്, അതുകൊണ്ടാണ് അച്ഛനെ ഞാൻ ഇങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് പറഞ്ഞു. അപ്പം നീ വെറുതെ ടെൻഷൻ അടിപ്പിക്കാതെ കാര്യം പറയാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ കല്യാണമാണെന്ന് വിക്രം പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും കല്യാണമോ എന്നിങ്ങനെ ചോദിക്കുക അച്ഛൻ. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്, നിനക്ക് എന്താ പറ്റി, എന്നാടാ കല്യാണം? അപ്പം നാളെ രജിസ്റ്റർ മാരേജ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മക്കളെ നീ ഇപ്പോൾ ജയിലിൽ നിന്ന് ഇറങ്ങി വന്നതേ ഉള്ളൂ, ഇനിയിപ്പോൾ അടുത്ത കുരുക്കിലേക്ക് ചാടാൻ പോവാണോ എന്ന് ചോദിച്ചപ്പം ഒരു കുരുക്കും അല്ല അച്ഛാ ഇത്. അന്ന് അച്ഛൻ കോടതിയിൽ വെച്ച് ഒരു പെൺകുട്ടിയെ കണ്ടിരുന്നില്ലേ എന്ന് ചോദിച്ചു. എന്നെ കേസിൽ നിന്ന് രക്ഷിച്ച ശരണ്യ ഓർക്കുന്നില്ലേ, ആ ദേവകി അമ്മയുടെ മോള്, അവളാണ് വധു എന്നിങ്ങനെ പറയുമ്പം എടാ നിനക്ക് എന്നതാടാ എന്നും പറഞ്ഞ് പ്രകാശൻ. അച്ഛാ എന്നെ ജയിലിൽ വന്ന് അവൾ കണ്ടിരുന്നു, കേസിൽ നിന്ന് രക്ഷിക്കുകയാണെങ്കിൽ രജിസ്റ്റർ മാരേജ് ചെയ്യാമോ എന്ന് എന്നോട് ചോദിച്ചു എന്ന് പറഞ്ഞപ്പോൾ എടാ ഞാൻ അതിന് സമ്മതിച്ചതിന് ശേഷമാണ് എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിഞ്ഞതും എന്നുള്ള കാര്യവും വിക്രം പറയണം. ഇത് കേട്ടപ്പോൾ എടാ മക്കളെ, നീ ജയിലിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ അവളെ കെട്ടണോ, അതിൻ്റെ ആവശ്യമുണ്ടോടാ? അച്ഛാ നല്ലൊരു ബന്ധമാണത്, കല്യാണം കഴിഞ്ഞ് കുറച്ച് ദിവസം അവൾ ഭർത്താവിൻ്റെ ഒപ്പം താമസിച്ചിട്ടുള്ളൂ, അതിന് ശേഷമാണ് അവൾ ബന്ധം പിരിഞ്ഞത്. അപ്പം നീ എന്തോന്നൊക്കെയാണ് ഈ പറയുന്നത്, അവൾ നേരത്തെ കെട്ടിയതാണെന്നോ? എന്നതാടാ ഇത്? അതിനിപ്പം എൻ്റെയും കല്യാണം കഴിഞ്ഞതല്ലേ എന്ന് വിക്രം ചോദിക്കുക അച്ഛനോട്. ഒരുത്തി പറ്റിച്ചതിൻ്റെ പരിക്ക് ഇതുവരെ മാറിയിട്ടുമില്ല. ശരണ്യയ്ക്ക് ആദ്യ ബന്ധം പിരിഞ്ഞതിൻ്റെ വകയിൽ നല്ലൊരു തുക കിട്ടാനുണ്ടെന്നുള്ള കാര്യം വിക്രം പറയണു. പ്രകാശൻ അത് കേട്ടപ്പോഴേക്കും മുഖഭാവം അങ്ങ് മാറി. കല്യാണം കഴിഞ്ഞാലേ അവളുടെ വീട്ടിലായിരിക്കും ഞാൻ താമസം. അച്ഛാ കുറച്ച് കഴിഞ്ഞാൽ അച്ഛനും അമ്മമ്മയ്ക്കും അങ്ങോട്ട് വരാം, പിന്നെ ഇതിനനുകൂലിച്ചാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അപ്പോഴും പ്രകാശന് അത്ര താല്പര്യമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത്. അച്ഛന് പേടിയാണേ മകനെ ഓർത്തിട്ട്. അപ്പം വിക്രം ഇനിയിപ്പോൾ അച്ഛൻ സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി, ഞാൻ അവളെ കെട്ടാനങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് മകൻ തർപ്പിച്ചു പറഞ്ഞു. അവളെക്കാളും നല്ലൊരു ബന്ധം ഇനി എനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്നും. അപ്പോൾ എടാ മക്കളെ, എന്നാലും അവളുടെ ആദ്യത്തെ ബന്ധം ഏതാണെന്നെങ്കിലും നീ അന്വേഷിച്ചോ? അതുമല്ല നീ അന്വേഷിച്ചോ? അതൊന്നും ഞാൻ അന്വേഷിച്ചിട്ടില്ല അച്ഛാ എന്ന് വിക്രം പറയാം. ഇപ്പം എൻ്റെ ആദ്യ ബന്ധത്തെക്കുറിച്ച് അന്വേഷിച്ചാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് വിക്രം ചോദിച്ചു അച്ഛനോട്. സോണിയോ അവളുടെ പരിചയക്കാരെയോ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അവരെല്ലാവരും എന്നെക്കുറിച്ച് നല്ലതേ പറയത്തുള്ളൂ. അവരതൊന്നും തിരക്കാത്ത സ്ഥിതിക്ക് ഞാനും അതൊന്നും തിരക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പറയണം. നാളെ അച്ഛൻ അമ്മമ്മയും കൂട്ടി അങ്ങോട്ടേക്ക് വരണം. പിന്നെ അളിയനെയും കാദംബരി ചേച്ചിയും വരുന്നുണ്ടെങ്കിൽ വരട്ടെ, നിർബന്ധിക്കാനൊന്നും പോകണ്ട കേട്ടോ. പിന്നെ ആര് വന്നാലും വന്നില്ലെങ്കിലും ശരി, നാളെ എൻ്റെ കല്യാണം ഞാനത് നടത്തിയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും എൻ്റെ മോൻ ആലോചിച്ചൊക്കെ വേണം. പിന്നെ നമ്മുടെ മനസ്സിൻ്റെ നന്മയ്ക്ക് തമ്പുരാൻ എപ്പോഴും നമുക്ക് കഷ്ടപ്പാടുകൾ മാത്രം ആയിട്ട് തരില്ലല്ലോടാ എന്നൊക്കെ പറഞ്ഞ് പ്രകാശൻ അവിടെ കിടന്ന് ഉരുണ്ട് കളിക്കുക. അപ്പോൾ നീ ഉറപ്പിച്ച് തീരുമാനിച്ച സ്ഥിതിക്ക് ഞാൻ നിൻ്റെ കൂടെ ഉണ്ടടാ, അച്ഛൻ എൻ്റെ പൊന്നുമോൻ്റെ കൂടെ ഉണ്ടടാ എന്നൊക്കെ പറഞ്ഞു. അന്നേരത്തേക്കും കുറേ കാശിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അച്ഛന് സന്തോഷമായി. എന്നാൽ അച്ഛൻ വരുന്നതും കാത്ത് ഞാൻ ഉണ്ടാവും, ഞാൻ പോട്ടെ എന്ന് ചോദിച്ചു. മക്കളെ, എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഇനി ഇതിൻ്റെ പിറകെ വരുവോടാ? ഇല്ലെന്നേ, അതൊക്കെ ഞാൻ കൂട്ടുകാരിൽ നിന്ന് സംഘടിപ്പിച്ചോളാം. പിന്നെ മഞ്ഞച്ചരടിൽ ഒരു താലി അത്രയും പോരേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അച്ഛൻ ഇങ്ങനെ അടിമുടി മോനെ നോക്കുക, മതി എന്നുള്ള രീതിയിൽ. അങ്ങനെ എന്തായാലും അച്ഛനും മോനും കൂടെ സംസാരിച്ചിട്ട് മകനങ്ങ് പോയി. ഈ സമയത്ത് ദൈവങ്ങളെ വിളിച്ച് നന്മ വരണേ എന്ന് പ്രാർത്ഥിക്കുക പ്രകാശൻ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ രാഹുലിനെയും സരയുവിനെയും ശാരിയെയും. അങ്ങനെ രാഹുൽ അവിടെ ഇങ്ങനെ ആകെ വെപ്രാളം കയറിയിരിക്കുമ്പം അമ്മയും മോളും കൂടെ വന്നു. ഏത് നേരവും ആവശ്യമില്ലാത്ത എന്തൊക്കെയോ കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കുറേ ദിവസമായി ഇങ്ങോട്ടേക്ക് വന്നിട്ട് നമുക്ക് തിരിച്ചു പോകണ്ടേ, എന്നും ഹോട്ടലുകാർക്ക് റെൻറ്റും കൊടുത്ത് ഇവിടെ താമസിച്ചാൽ മതിയോ എന്ന് ഭാര്യ ചോദിച്ചപ്പം അവിടെ പോയി കഴിഞ്ഞാൽ അയലത്തുള്ള ഓരോന്നിൻ്റെയും മോന്ത കാണണമെന്ന് മകള്, അതുകൊണ്ടാണ് ഞാൻ പോകാൻ പറയാത്തതെന്ന് സരയു പറയുമ്പോൾ ഇനിയിപ്പോൾ അവരുടെയൊക്കെ മോന്ത കാണുന്നതേ അത്ര വലിയ തെറ്റായിട്ടൊന്നും കാണണ്ടെന്ന് പറഞ്ഞു രാഹുൽ. ഇത് കേട്ടപ്പോൾ അതെന്താ നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചു ശാരി. നമ്മുടെ എല്ലാ തകർച്ചയ്ക്കും കാരണം നമ്മുടെ ഈ മോളുടെ സ്വഭാവം കൂടിയാണെന്നുള്ള കാര്യം രാഹുൽ ഇങ്ങനെ പറയാം. അത് കേട്ടപ്പോൾ സരുവിന് ഇഷ്ടപ്പെട്ടില്ല. ഇവൾ കിരണിനെ സ്വാധീനിച്ചിരുന്നെങ്കിൽ ഒരിക്കലും കല്യാണി കിരണിൻ്റെ ഭാര്യയായിട്ട് വരില്ലായിരുന്നു എന്ന് പറഞ്ഞപ്പം
അച്ഛനെന്താ ഇപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്ന് ചോദിച്ചു അന്നേരം മോള്. അവനേക്കാളും നല്ലൊരാളാണ് ഇപ്പം എൻ്റെ ഭർത്താവായി വന്നിരിക്കുന്നത് എന്ന് സരയു പറയുമ്പോൾ എന്ന് പറഞ്ഞു രാഹുൽ. എൻ്റെ മനുവേട്ടന് മുന്നിൽ അവരാരുമല്ല എന്നും പറഞ്ഞു മകള്. അതെ അതെ, മനുവിന് മോളെ മാത്രമല്ല നമ്മളെയും ജീവനാണ്, പിന്നെ പ്രത്യേകിച്ച് എന്നെ എന്ന് ശാരി പറഞ്ഞപ്പം സ്ത്രീകളോടൊക്കെ അവന് പ്രത്യേകിച്ചൊരു ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു നമ്മുടെ രാഹുൽ. എന്ന് വെച്ചാൽ അവന് സകല പെണ്ണുങ്ങളെയും ഇഷ്ടപ്പെട്ട് നടക്കുന്നവനാണെന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചതെന്ന് ചോദിച്ചു ശാരി. പിന്നെ എത്ര സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കണ്ടാലും മനുവേട്ടൻ അവരെ നോക്കാറ് പോലും ഇല്ലെന്ന് സരയുവിൻ്റെ വാദം. എൻ്റെ സൗന്ദര്യം ആർക്കും ഇല്ലെന്നാ മനുവേട്ടൻ പറയാറ്. എന്നെക്കാളും സൗന്ദര്യമുള്ള പെൺകുട്ടികളെ കണ്ടാലും അങ്ങനെ തന്നെയാണ് പറയുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുമ്പം അവൻ അതല്ലാതെ അപ്പുറവും പറയുമെന്ന് പറഞ്ഞ് രാഹുൽ പല്ല് കടിക്കുക. ഇങ്ങേർക്കിപ്പം മനുവിനോട് എന്തൊക്കെയോ അകൽച്ചയുണ്ട് മോളെ. അച്ഛനും അട്ട് അല്ലാണ്ട് എന്താണെന്ന് മകള്. ഒരു കാര്യം സ്നേഹത്തോടെ പറഞ്ഞാൽ നിശ്ചയ എന്ന് ചോദിച്ചപ്പോഴേക്കും രാഹുലിൻ്റെ ഒരു നോട്ടം. നമുക്കിവിടെ നിന്ന് പോകുന്നതിന് മുൻപ് നല്ലൊരു സൈക്യാട്രിസ്റ്റിനെ കാണണം, കണ്ടേ പറ്റുമെന്നേ എന്നും പറഞ്ഞുകൊണ്ട് ഭാര്യ ഭർത്താവിനെ ഭ്രാന്തനാക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ അങ്ങനെ ഒരു കഥയിലാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം, ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.